പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ അടുത്തു വരികയാണല്ലോ. ഈ നാളുകളിൽ അതിനൊരുക്കമായുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണല്ലോ. എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച വിശുദ്ധ അൽഫോൻസ് അമ്മയെ വിശുദ്ധിയാക്കിയ ആ ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ, പണ്ടൊക്കെ ഞാനും കരുതിയിരുന്നു യൂറോപ്പിലുള്ളവർക്ക് മാത്രമേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ എന്ന്. അതല്ല, നമ്മുടെ നാട്ടിൽ ജനിച്ചാലും നമ്മുടെ നാട്ടിൽ ജീവിച്ചാലും നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവായി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത് വിശുദ്ധ അൽഫോൻസ് അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതും ഒക്കെയാണ്. വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജീവിതം നമുക്കും മാതൃകയായി തീരണം. കർത്താവിന് വേണ്ടി സമർപ്പിച്ച വ്യക്തി തൻ്റെ സൗന്ദര്യം കർത്താവിന് സമർപ്പിക്കുന്ന തടസ്സമാണെന്ന് ബോധ്യമായപ്പോഴേ കാല് പൊള്ളിച്ച് ആ സൗന്ദര്യത്തെ വികൃതമാക്കിയ നമുക്ക് മാതൃക തന്ന വിശുദ്ധ അൽഫോൻസ് അമ്മ നമ്മുടെയും ജീവിതം കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ഒത്തിരി അർത്ഥമുള്ളതായി തീരുക. പലരും ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും സ്വർഗമോ ശുദ്ധീന സ്ഥലമോ അല്ലെങ്കിൽ നരകമോ ഒന്നും ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അങ്ങനെയുള്ളവരോട് എടുത്തു പറയാൻ പറ്റിയ ഒരു സവിശേഷമായ ഒരു മാതൃകയാണ് അൽഫോൻസ് അമ്മയെ പോലെയുള്ള ജീവിക്കുന്ന വിശുദ്ധരുടെ ശവകുടീരങ്ങൾ. അവരുടെ ആ കല്ലറയിൽ കൊണ്ടുപോയി രോഗികളെ കിടത്തുമ്പോൾ ആ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും ആ കല്ലറയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ ഉത്തരം നൽകുന്നതും ഒക്കെ ഇന്നും സ്വർഗമുണ്ടെന്നും നിത്യജീവിതത്തിൽ നമ്മൾ അവകാശികളാണെന്നും ആ ദൈവത്തിന് സ്വീകാര്യമായ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ദൈവം വിശുദ്ധരായി പ്രഖ്യാപിക്കുമെന്നും ഒക്കെയുള്ള പാഠങ്ങൾ നമുക്ക് നൽകുമ്പോൾ നിരീശ്വരത്വം ഒക്കെ അതിനൊരു പ്രതിവിധിയാണ് ഈ അൽഫോൻസ് അമ്മയുടെ ഇതുപോലുള്ള തീർത്ഥാടനത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതെ, നമുക്കും ഈശോയ്ക്ക് വേണ്ടി അഴുകുവാൻ, ഈശോയ്ക്ക് വേണ്ടി ഇല്ലാതായി തീരുവാൻ ഇടയാകുമ്പോഴാണ് അൽഫോൻസ് അമ്മയുടെ തിരുനാൾ നമുക്കും അനുഗ്രഹമായി തീരുക. നമുക്കും അൽഫോൻസ് അമ്മയെ പോലെ വിശുദ്ധരായി തീരുന്നതിനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം. അൽഫോൻസ് അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ആമേൻ.